നമസ്കാരം. ഗുരുപൂർണിമ അറിവിൻ്റെയും വെളിച്ചത്തിൻ്റെയും പുണ്യദിനം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അജ്ഞാനമാകുന്ന ഇരുട്ടിൽ കഴിയുന്ന മനസ്സിന് ജ്ഞാനമാകുന്ന കണ്ണഞ്ജനം പുരട്ടി വെളിച്ചം നൽകുന്ന ഉത്തമനായ ഗുരുവിന് പ്രണാമം. ഭാരതീയ സംസ്കാരത്തിൽ ഗുരുവിനുള്ള സ്ഥാനം ദൈവത്തിനും മുകളിലാണ്. അജ്ഞാനത്തിൻ്റെ ഇരുളിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും ആദരിക്കുന്ന പുണ്യദിനമാണ് ഗുരുപൂർണിമ. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ആഷാഢമാസത്തിലെ പൗർണമി നാളിലാണ് ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. 2026 ഗുരുപൂർണിമ ജൂലൈ 29 ബുധനാഴ്ചയാണ് വരുന്നത്. ഗുരു എന്ന വാക്കിന് വലിയൊരു അർത്ഥതലമുണ്ട്. ഗു എന്നാൽ ഇരുട്ട്, അതായത് അജ്ഞാനം. രു എന്നാൽ ആ ഇരുട്ടിനെ അകറ്റുന്നത്, അതായത് ജ്ഞാനം. അതായത് നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനത്തിൻ്റെ വെളിച്ചം നിറയ്ക്കുന്ന ആളാണ് ഗുരു. ഗുരുപൂർണിമയെ വ്യാസപൂർണിമ എന്നും വിളിക്കാറുണ്ട്. ചതുർവേദങ്ങളെ തരംതിരിക്കുകയും 18 പുരാണങ്ങളും മഹാഭാരതവും ബ്രഹ്മസൂത്രവും രചിക്കുകയും ചെയ്ത സനാതനധർമ്മത്തിലെ മഹാഗുരുവായ വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമാണ് വ്യാസപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത്. വേദവ്യാസൻ ലോകത്തിന് നൽകിയ വിജ്ഞാന സംഭാവനകളെ ഓർമ്മിക്കുന്നതിനും അദ്ദേഹത്തെ പ്രഥമ ഗുരുവായി സങ്കല്പിച്ച് ആദരിക്കുന്നതിനുമാണ് ഈ ദിനം മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ ഗൗതമ ബുദ്ധൻ ജ്ഞാനോദയത്തിന് ശേഷം തൻ്റെ ആദ്യത്തെ 5 ശിഷ്യന്മാർക്ക് സാരാനാഥിൽ വെച്ച് ധർമ്മോപദേശം നൽകിയത് ഒരു ആഷാഢ പൗർണമി സുദിനത്തിലായിരുന്നു. അതുപോലെ മറ്റൊരു ഐതിഹ്യം ആദിയോഗിയും സപ്തഋഷികളും സംബന്ധിച്ചാണ്. യോഗ പാരമ്പര്യമനുസരിച്ച് പരമശിവൻ തൻ്റെ ജ്ഞാനം മനുഷ്യരാശിക്ക് നൽകാൻ തീരുമാനിച്ച ദിനമാണിത്. ഹിമാലയത്തിൽ വെച്ച് പരമശിവൻ തൻ്റെ കഠിന തപസ്സിലൂടെ നേടിയ യോഗവിദ്യയെ സപ്തഋഷികൾക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ പരമശിവൻ കേവലം ഒരു യോഗി എന്നതിലുപരി ലോകത്തിലെ ആദ്യത്തെ ഗുരുവായി മാറി. ആ മഹാസംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഗുരുപൂർണിമ. അതുപോലെ തന്നെ ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായ മഹാവീരൻ തൻ്റെ ആദ്യ ശിഷ്യനായ ഗൗതമ ഗന്ധരനെ സ്വീകരിച്ച് അറിവിൻ്റെ പാതയിലേക്ക് നയിച്ചതും ഈ ദിവസമാണ്. ഗുരുപൂർണിമയുടെ സന്ദേശമാണ് അജ്ഞാനത്തിൻ്റെ ഇരുട്ടകറ്റി ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന ഏതൊരാളെയും ഗുരുവായി കണക്കാക്കുക. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. മാതാപിതാക്കൾ, അധ്യാപകർ, ആത്മീയ ആചാര്യന്മാർ എന്നിവരെയെല്ലാം സ്മരിക്കാനും അവരെ പൂജിക്കാനും അതുപോലെ അവരുടെ അനുഗ്രഹം വാങ്ങാനും ഈ പുണ്യദിനം നമുക്കേവർക്കും പ്രയോജനപ്പെടുത്താം. ഗുരുപൂർണിമ എന്നാൽ കേവലം ഒരു ദിവസം ഗുരുവിനെ സ്മരിക്കുക എന്നത് മാത്രമല്ല, ഗുരു പകർന്നു നൽകിയ അറിവുകളെയും ജീവിത മൂല്യങ്ങളെയും നെഞ്ചിലേറ്റുക എന്നതാണ് പ്രധാനം. ആധുനിക കാലത്ത് ഗുരുപൂർണിമയുടെ പ്രസക്തി വളരെ വലുതാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ എല്ലാ വിവരങ്ങളും വിരൽ തുമ്പിൽ ലഭ്യമാണ്. എങ്കിലും ലഭിക്കുന്ന വിവരങ്ങളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് വേർതിരിച്ചറിയുവാനുള്ള വിവേകം നൽകാൻ ഒരു ഗുരുവിന് മാത്രമേ സാധിക്കൂ. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും ശരിയായ ജീവിത മൂല്യങ്ങൾ പകർന്നു നൽകാൻ, പ്രതിസന്ധികളിൽ വഴിവിളക്കാകാൻ, ജീവിതത്തിൽ ലക്ഷ്യബോധം നൽകാൻ ഒക്കെ ഒരു ജീവനുള്ള ഗുരുവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്. മാതാപിതാക്കൾ, സ്കൂളിലെ അധ്യാപകർ, കായിക കലാപരിശീലകർ, ജീവിതത്തിൽ നല്ല വഴി കാണിച്ചു തന്ന സുഹൃത്തുക്കൾ എന്നിവരെല്ലാം ഏതോ ഒരു തരത്തിൽ നമ്മുടെ ഗുരുക്കന്മാരാണ്.
വിവിധ ആത്മീയ പാരമ്പര്യങ്ങളിലെ പ്രാധാന്യമനുസരിച്ച് ഗുരു പൂർണിമ കേവലം ഒരു മതപരമായ ആഘോഷം മാത്രമല്ല, അത് ആത്മീയവും സാംസ്കാരികവുമായ ഒന്നാണ്. ഈ ഗുരുപൂർണിമ ദിനത്തിൽ നമ്മുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച എല്ലാ ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിക്കാം, അവരുടെ പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കാം. എല്ലാവർക്കും ഗുരുപൂർണിമ ആശംസകൾ. നന്ദി, നമസ്കാരം.